നമുക്കിന്ന് വേപ്പെണ്ണ എമൽഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിച്ചുണ്ടാക്കിയ ലായനി, 100 മില്ലി ലിറ്റർ വേപ്പെണ്ണ, പിന്നെ 100 ഗ്രാം വെളുത്തുള്ളി അരച്ചുണ്ടാക്കിയ ലായനി. ഈ 3 ഐറ്റംസ് ആണ് വേപ്പെണ്ണ എമൽഷൻ ഉണ്ടാക്കാനായി വേണ്ടത്. ഇനി നമുക്ക് ഇത് വേപ്പെണ്ണ എമൽഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് അനുപാതത്തിലാണ് നമ്മൾ 3ഉം മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ 3ഉം നമ്മുടെ ആവശ്യം മിക്സ് ചെയ്ത അനുപാതത്തിൽ തന്നെ ഒരു വലിയൊരു ജാറിലേക്ക് ഒഴിക്കുക. 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിച്ചുണ്ടാക്കിയ ലായനി, 100 മില്ലി ലിറ്റർ വേപ്പെണ്ണ, 100 മില്ലി ലിറ്റർ വെളുത്തുള്ളി അരച്ച് ലയിപ്പിച്ചുണ്ടാക്കിയ ലായനി, നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ വേപ്പെണ്ണ എമൽഷൻ റെഡി ആയി കഴിഞ്ഞു. ഈ വേപ്പെണ്ണ എമൽഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു പ്യൂർ ഓർഗാനിക് പെസ്റ്റിസൈഡ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഞ്ഞ, പയർവർഗ്ഗത്തിലും മറ്റും കണ്ടുവരുന്ന മുഞ്ഞ എന്ന് പറഞ്ഞ ജീവി, പിന്നെ നീരൂറ്റി കുടിക്കുന്ന ജീവികൾ, പിന്നെ വെള്ളീച്ച, ഇതിനൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ഉത്തമ പെസ്റ്റിസൈഡാണ് വേപ്പെണ്ണ എമൽഷൻ. ഇത് വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട ചെടികളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റിക്ക് 6 ലിറ്റർ വെള്ളത്തിൽ നേർത്തി യൂസ് ചെയ്യാം. ഇനി അതല്ല പയർവർഗ്ഗത്തിൽപ്പെട്ടതിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 1.5 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നേർപ്പിച്ച് തെളിക്കാവുന്നതാണ്. താങ്ക് യു.